പത്തനംതിട്ട മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഭരണസമിതി മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ, മുൻ സെക്രട്ടറി ജോഷുവ മാത്യു എന്നിവരുടെ വസ്തുവകകൾ ജപ്തി ചെയ്തു. 18 കോടി രൂപയുടെ സ്വത്തുക്കൾ സഹകരണ വകുപ്പാണ് കണ്ടുകെട്ടിയത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, എപ്പോഴായിരുന്നു ജപ്തി നടപടികൾ? ശ്രുതി, സഹകരണ ബാങ്കിൽ കോടികളുടെ അഴിമതി നടന്ന വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് മുൻ ബാങ്ക് പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ, മുൻ ബാങ്ക് സെക്രട്ടറി ജോഷുവ മാത്യു എന്നിവരുടെ സ്വത്തുവകകൾ ഇപ്പോൾ സഹകരണ വകുപ്പ് കണ്ടു കെട്ടിയിരിക്കുന്നത്. ഏകദേശം 18 കോടിയോളം രൂപ മതിപ്പ് വിലയുള്ള സ്വത്തുക്കളാണ് സഹകരണ വകുപ്പ് കണ്ടു കെട്ടിയിരിക്കുന്നത്. നേരത്തെ മുൻ ബാങ്ക് സെക്രട്ടറി ജോഷുവ മാത്യുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം ജെറി ഈശോ ഉമ്മനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പത്തനംതിട്ട മൈലപ്രയിലെ വീട്ടിൽ തന്നെ വിവിധ രോഗങ്ങൾ ഉണ്ട് എന്ന ആ ഒരു ഇളവ് വെച്ചുകൊണ്ട് അറസ്റ്റ് ഇപ്പോഴും നടന്നിട്ടില്ല. എങ്കിലും ഈ ഒരു വിഷയത്തിൽ സഹകരണ വകുപ്പിന്റെയും വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 80 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ഭരണം നടത്തുന്നത്. ഇതിനിടെ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലാണ് ഭരണസമിതി മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ, മുൻ സെക്രട്ടറി ജോഷുവ മാത്യു എന്നിവരുടെ വസ്തുവകകൾ ജപ്തി ചെയ്തത്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്. സുധാകരൻ വീണ്ടും അധ്യക്ഷൻ.